യോൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ സൂപ്പർ ട്രെയിനിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇത് പാഠപുസ്തകങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് സയൻസും എക്കണോമിക്സുമാണ്. അപ്പോൾ സയൻസിൽ നിന്നും എക്കണോമിക്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ. അമോണിയയുടെ ഉപയോഗങ്ങൾ: അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ മുതലായ രാസവളങ്ങൾ നിർമ്മിക്കുന്നതിന് ശീതീകാരിയായി, നൈലോൺ, റയോൺ പോലുള്ള കൃത്രിമ നാരുകൾ നിർമ്മിക്കുന്നതിന്, പെട്രോളിയം ശുദ്ധീകരണ പ്രക്രിയയിൽ നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിലെ അസംസ്കൃത വസ്തുവായി. അപ്പോൾ അമോണിയയുടെ ഉപയോഗങ്ങളാണ് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ മുതലായ രാസവളങ്ങൾ നിർമ്മിക്കുന്നതിന് ശീതീകാരിയായി, നൈലോൺ, റയോൺ പോലുള്ള കൃത്രിമ നാരുകൾ നിർമ്മിക്കുന്നതിന്, പെട്രോളിയം ശുദ്ധീകരണ പ്രക്രിയയിൽ നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിലെ അസംസ്കൃത വസ്തുവായി. അപ്പം നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഓർത്തു വെച്ചോണം, നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. അപ്പോൾ ഈ ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ അസംസ്കൃത വസ്തുവായിട്ട് അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? അമോണിയ, NH3. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? അമോണിയ, NH3. അമോണിയം ക്ലോറൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ തമ്മിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകമേത്? അമോണിയ. അമോണിയം ക്ലോറൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം അമോണിയ. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാനുള്ള സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ശോഷക സ്തംഭത്തിൽ നിറച്ചിരിക്കുന്ന രാസവസ്തു ഏത്? നീറ്റുകക്ക. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാനുള്ള സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ശോഷക സ്തംഭത്തിൽ നിറച്ചിരിക്കുന്ന രാസവസ്തു ഏത്? നീറ്റുകക്ക. നീറ്റുകക്കയിലൂടെ അമോണിയം വാതകം കടന്നു പോകുമ്പോൾ നീക്കം ചെയ്യപ്പെടുന്നത് എന്ത്? ജലാംശം. നീറ്റുകക്കയിലൂടെ അമോണിയ വാതകം കടന്നു പോകുമ്പോൾ നീക്കം ചെയ്യപ്പെടുന്നത് എന്താണ്? ജലാംശം. ഫിനോഫ്താലിൻ എന്ന സൂചകം ന്യൂട്രൽ ഓർ അസിഡിക് പദാർത്ഥങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോഴുള്ള നിറമെന്ത്? നിറമില്ല. ഫിനോഫ്താലിൻ എന്ന സൂചകം ന്യൂട്രൽ ഓർ അസിഡിക് പദാർത്ഥങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോഴുള്ള നിറം ഏതാണ്? നിറമില്ല. ഫിനോഫ്താലിൻ ആൽക്കലി സ്വഭാവമുള്ള പദാർത്ഥങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ കൈവരിക്കുന്ന നിറമേത്? പിങ്ക് നിറം. ഫിനോഫ്താലിൻ ആൽക്കലി സ്വഭാവമുള്ള പദാർത്ഥങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ കൈവരിക്കുന്ന നിറം ഏത്? പിങ്ക് നിറം. അമോണിയ ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന ഉൽപ്പന്നമേത്? അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയ ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയ ഏത്? ഹേബർ പ്രക്രിയ. ഇത് മിക്ക പരീക്ഷകളിലും PSC ചോദിക്കുന്നതാണ്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയ ഏത്? ഹേബർ പ്രക്രിയ. അമോണിയയിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? നൈട്രജനും ഹൈഡ്രജനും. ഇതും മിക്ക PSC പരീക്ഷകളിലുള്ള ചോദ്യമാണ്. അമോണിയയിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ്? നൈട്രജനും ഹൈഡ്രജനും. ഉന്നത മർദ്ദത്തിലും താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും ഏത് അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് അമോണിയ നിർമ്മിക്കുന്നത്? 1:3 അനുപാതത്തിൽ. ഉന്നത മർദ്ദത്തിലും താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും ഏതനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് അമോണിയ നിർമ്മിക്കുന്നത്? 1:3 അനുപാതത്തിൽ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്ത്? സ്പോഞ്ച് അയൺ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? സ്പോഞ്ച് അയൺ. ഹേബർ പ്രക്രിയയിൽ നൈട്രജൻ സ്രോതസ്സായി ഉപയോഗിക്കുന്നത് എന്ത്? അന്തരീക്ഷവായു. ഹേബർ പ്രക്രിയയിൽ നൈട്രജൻ സ്രോതസ്സായി ഉപയോഗിക്കുന്നത് എന്താണ്? അന്തരീക്ഷവായു.
നാഫ്ത പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്തിൻ്റെ സ്രോതസ്സാണ്? ഹൈഡ്രജൻ. നാഫ്ത പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്തിൻ്റെ സ്രോതസ്സാണ്? ഹൈഡ്രജൻ്റെ. ഹേബർ പ്രക്രിയ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമോണിയ സൂക്ഷിക്കുന്നത് എങ്ങനെ? ഉയർന്ന മർദ്ദത്തിൽ ദ്രവീകരിച്ച് ദ്രാവക അമോണിയയാക്കി. ഹേബർ പ്രക്രിയ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമോണിയ സൂക്ഷിക്കുന്നത് എങ്ങനെ? ഉയർന്ന മർദ്ദത്തിൽ ദ്രവീകരിച്ച് ദ്രാവക അമോണിയയാക്കി. അമോണിയ വാതകത്തെ എളുപ്പത്തിൽ ദ്രവീകരിക്കാനുള്ള മാർഗം ഏത്? മർദ്ദം ഉപയോഗിച്ച്. അമോണിയ വാതകത്തെ എളുപ്പത്തിൽ ദ്രവീകരിക്കാനുള്ള മാർഗം ഏതാണ്? മർദ്ദം ഉപയോഗിച്ച്. അമോണിയയുടെ ഗാഢ ജലീയ ലായനി ഏത്? ലിക്കർ അമോണിയ. അമോണിയയുടെ ഗാഢ ജലീയ ലായനി ഏതാണ്? ലിക്കർ അമോണിയ. ദ്രവീകരിച്ച അമോണിയ എങ്ങനെ അറിയപ്പെടുന്നു? ലിക്വിഡ് അമോണിയ. ദ്രവീകരിച്ച അമോണിയ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലിക്വിഡ് അമോണിയ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഫ്രിറ്റ്സ് ഹേബർ, കാൾ ബോഷ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉള്ള ഹേബർ പ്രക്രിയ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഫ്രിറ്റ്സ് ഹേബർ, കാൾ ബോഷ്. ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യങ്ങൾ എത്തിച്ചേരാൻ സഹായകമായി തീർന്ന നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് കാരണമായി തീർന്ന രാസപ്രക്രിയ ഏത്? ഹേബർ പ്രക്രിയ. ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യങ്ങൾ എത്തിച്ചേരാൻ സഹായകമായി തീർന്ന നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് കാരണമായി തീർന്ന രാസപ്രക്രിയ ഏതാണ്? ഹേബർ പ്രക്രിയ. അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? അമോണിയം ക്ലോറൈഡ്. അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? അമോണിയം ക്ലോറൈഡ്. അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന രാസപ്രവർത്തനത്തെ എന്തു വിളിക്കുന്നു? പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ. അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന രാസപ്രവർത്തനത്തെ എന്തു വിളിക്കുന്നു? പുരോപ്രവർത്തനം. ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? പശ്ചാത് പ്രവർത്തനം, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? പശ്ചാത് പ്രവർത്തനം, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഒരേ സമയം ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ഉഭയദിശാ പ്രവർത്തനങ്ങൾ, റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഒരേ സമയം ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ഉഭയദിശാ പ്രവർത്തനങ്ങൾ, റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അഭികാരകങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറുകയും ഇതേ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ തിരികെ അഭികാരകങ്ങളായി മാറാതിരിക്കുകയും ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ ഏവ? ഏകദിശാ പ്രവർത്തനങ്ങൾ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അഭികാരകങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറുകയും ഇതേ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ തിരികെ അഭികാരകങ്ങളായി മാറാതിരിക്കുകയും ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ ഏവ? ഏകദിശാ പ്രവർത്തനങ്ങൾ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവ തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്നത് ഏതിനം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? ഉഭയദിശാ പ്രവർത്തനം. നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവ തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്നത് ഏതിനം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? ഉഭയദിശാ പ്രവർത്തനം. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ എങ്ങനെ പറയുന്നു? രാസസംതുലനം, കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ എങ്ങനെ പറയുന്നു? രാസസംതുലനം, കെമിക്കൽ ഇക്വിലിബ്രിയം. രാസസംതുലനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ശാസ്ത്ര തത്വം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാര്? ലേ ഷാറ്റ്ലിയർ. രാസസംതുലനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ശാസ്ത്ര തത്വം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാരാണ്? ലേ ഷാറ്റ്ലിയർ. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റമുള്ള ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു. ഇപ്രകാരം പ്രസ്താവിക്കുന്ന തത്വം ഏത്? ലേ ഷാറ്റ്ലിയർ തത്വം. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു. ഇപ്രകാരം പ്രസ്താവിക്കുന്ന തത്വം ഏതാണ്? ലേ ഷാറ്റ്ലിയർ തത്വം. സന്തുലനാവസ്ഥയിൽ പുരോ പശ്ചാത് പ്രവർത്തന നിരക്കുകൾ എപ്രകാരമാണ്? തുല്യമായിരിക്കും. സന്തുലനാവസ്ഥയിലെ പുരോ പശ്ചാത് പ്രവർത്തന നിരക്കുകൾ എപ്രകാരമാണ്? തുല്യമായിരിക്കും.
സന്തുലനാവസ്ഥ കൈവരിച്ച ശേഷവും അഭികാരക തന്മാത്രകൾ പ്രവർത്തിച്ച് ഉൽപ്പന്ന തന്മാത്രകൾ അതേ നിരക്കിൽ പ്രവർത്തിച്ച് അഭികാരക തന്മാത്രകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനാൽ രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഏത് വിധത്തിലേതാണ്? ഗതിക സന്തുലനം, ഡൈനാമിക് ഇക്വിലിബ്രിയം. സന്തുലനാവസ്ഥ കൈവരിച്ച ശേഷവും അഭികാര തന്മാത്രകൾ പ്രവർത്തിച്ച് ഉൽപ്പന്ന തന്മാത്രകൾ അതേ നിരക്കിൽ പ്രവർത്തിച്ച് അഭികാരക തന്മാത്രകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനാൽ രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഏതു വിധത്തിലാണ്? ഗതിക സന്തുലനം, ഡൈനാമിക് ഇക്വിലിബ്രിയം. ഒരു വ്യൂഹത്തിലേക്ക് പുതുതായി ഒന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്നൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത്തരം വ്യൂഹം അറിയപ്പെടുന്നത് എങ്ങനെ? സംവൃത വ്യൂഹം, ക്ലോസ്ഡ് സിസ്റ്റം. ഒരു വ്യൂഹത്തിലേക്ക് പുതുതായി ഒന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്നൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത്തരം വ്യൂഹം അറിയപ്പെടുന്നത് എങ്ങനെ? സംവൃത വ്യൂഹം, ക്ലോസ്ഡ് സിസ്റ്റം. സംവൃത വ്യൂഹത്തിന്റെ മാത്രം സവിശേഷത എന്ത്? സന്തുലനാവസ്ഥ സാധ്യമാകുന്നു. സംവൃത വ്യൂഹത്തിന്റെ മാത്രം സവിശേഷത എന്ത്? സന്തുലനാവസ്ഥ സാധ്യമാകുന്നു. ലേ ഷാറ്റ്ലിയർ തത്വം അനുസരിച്ച് ഒരു സന്തുലന വ്യൂഹത്തിൽ അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിപ്പിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? പുരോപ്രവർത്തന നിരക്ക് കൂടുന്നു. ലേ ഷാറ്റ്ലിയർ തത്വം അനുസരിച്ച് ഒരു സന്തുലന വ്യൂഹത്തിൽ അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിപ്പിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? പുരോപ്രവർത്തന നിരക്ക് കൂടുന്നു. ലേ ഷാറ്റ്ലിയർ തത്വപ്രകാരം ഒരു സന്തുലന വ്യൂഹത്തിൽ ഉൽപ്പന്നത്തിന്റെ ഗാഢത വർദ്ധിപ്പിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? പശ്ചാത് പ്രവർത്തന നിരക്ക് കൂടുന്നു. ലേ ഷാറ്റ്ലിയർ തത്വപ്രകാരം ഒരു സന്തുലന വ്യൂഹത്തിൽ ഉൽപ്പന്നത്തിന്റെ ഗാഢത വർദ്ധിപ്പിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? പശ്ചാത് പ്രവർത്തന നിരക്ക് കൂടുന്നു. ലേ ഷാറ്റ്ലിയർ തത്വമനുസരിച്ച് സന്തുലനാവസ്ഥയിലുള്ള വ്യൂഹത്തിൽ മർദ്ദം കൂട്ടിയാൽ വ്യൂഹം മർദ്ദം കുറച്ച് വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. എപ്രകാരമാണിത് സാധ്യമാകുന്നത്? തന്മാത്രകളുടെ മോൾ എണ്ണം കുറയുന്ന ദിശയിലേക്ക് കൂടുതൽ പ്രവർത്തനം നടത്തി. ലേ ഷാറ്റ്ലിയർ തത്വം അനുസരിച്ച് സന്തുലനാവസ്ഥയിലുള്ള വ്യൂഹത്തിൽ മർദ്ദം കൂട്ടിയാൽ വ്യൂഹം മർദ്ദം കുറച്ച് വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. എപ്രകാരമാണിത് സാധ്യമാക്കുന്നത്? തന്മാത്രകളുടെ മോൾ എണ്ണം കുറയുന്ന ദിശയിലേക്ക് കൂടുതൽ പ്രവർത്തനം നടത്തി. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുമ്പോൾ അനുകൂല താപനിലയായി സ്വീകരിക്കുന്ന താപനില ഏത്? ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുമ്പോൾ അനുകൂല താപനിലയായി സ്വീകരിക്കുന്ന താപനില ഏതാണ്? ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസ്. ഒരു സന്തുലന വ്യൂഹത്തിൽ താപനില കൂടിയാൽ ഏത് പ്രവർത്തനത്തിന്റെ നിരക്ക് കൂടുന്നു? താപ ആഗിരണ പ്രവർത്തനത്തിന്റെ. ഒരു സന്തുലന വ്യൂഹത്തിൽ താപനില കൂടിയാൽ ഏത് പ്രവർത്തനത്തിന്റെ നിരക്ക് കൂടുന്നു? താപ ആഗിരണ പ്രവർത്തനത്തിന്റെ. ഒരു സന്തുലന വ്യൂഹത്തിൽ താപനില കുറച്ചാൽ ഏതു പ്രവർത്തനത്തിന്റെ നിരക്ക് കൂടുന്നു? താപമോചക പ്രവർത്തനത്തിന്റെ. ഒരു സന്തുലന വ്യൂഹത്തിൽ താപനില കുറച്ചാൽ ഏത് പ്രവർത്തനത്തിന്റെ നിരക്ക് കൂടുന്നു? താപമോചക പ്രവർത്തനത്തിന്റെ. രാസപ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ഏവ? ഉൽപ്രേരകങ്ങൾ. രാസപ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ഏതാണ്? ഉൽപ്രേരകങ്ങൾ. ഉൽപ്രേരകങ്ങൾ ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ പുരോപശ്ചാത് പ്രവർത്തനങ്ങളെ ഏത് വിധമാണ് വർദ്ധിപ്പിക്കുന്നത്? ഒരേ നിരക്കിൽ. ഉൽപ്രേരകങ്ങൾ ഉഭയദിശാ പ്രവർത്തനങ്ങളെ പുരോപശ്ചാത് പ്രവർത്തനങ്ങളെ ഏത് വിധമാണ് വർദ്ധിപ്പിക്കുന്നത്? ഒരേ നിരക്കിൽ. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ഏതു തരത്തിലുള്ള രാസപ്രവർത്തനമാണ്? ഉഭയദിശാ പ്രവർത്തനം. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ഏതു തരത്തിലുള്ള രാസപ്രവർത്തനമാണ്? ഉഭയദിശാ പ്രവർത്തനം. വ്യാവസായികമായി ഏറെ പ്രാധാന്യമുള്ള രാസവസ്തു ആയതിനാൽ രാസവസ്തുക്കളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ത്? സൾഫ്യൂരിക് ആസിഡ്. വ്യാവസായികമായി ഏറെ പ്രാധാന്യമുള്ള രാസവസ്തു ആയതിനാൽ രാസവസ്തുക്കളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം H2SO4. സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം H2SO4. രാസവളങ്ങൾ, പെയിന്റുകൾ, ഫൈബറുകൾ, മരുന്നുകൾ, തുണിത്തരങ്ങൾ, ഡിറ്റർജന്റുകൾ തുടങ്ങി നിരവധി വസ്തുക്കളുടെ നിർമ്മാണത്തിലും പെട്രോളിയം ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സൾഫ്യൂരിക് ആസിഡ്. രാസവളങ്ങൾ, പെയിന്റുകൾ, ഫൈബറുകൾ, മരുന്നുകൾ, തുണിത്തരങ്ങൾ, ഡിറ്റർജന്റുകൾ തുടങ്ങി നിരവധി വസ്തുക്കളുടെ നിർമ്മാണത്തിലും പെട്രോളിയം ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സൾഫ്യൂരിക് ആസിഡ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാനുള്ള പ്രക്രിയ ഏത്? സമ്പർക്ക പ്രക്രിയ, കോണ്ടാക്ട് പ്രോസസ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാനുള്ള പ്രക്രിയ ഏതാണ്? സമ്പർക്ക പ്രക്രിയ, കോണ്ടാക്ട് പ്രോസസ്സ്. എന്തിന്റെ നിർമ്മാണത്തിലെ ആദ്യഘട്ടമാണ് ഉരുകിയ സൾഫറിനെ ശുദ്ധീകരിച്ച് ഈർപ്പരഹിതമാക്കിയ അന്തരീക്ഷ വായുവിൽ കത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ.
എന്തിൻ്റെ നിർമ്മാണത്തിലെ ആദ്യഘട്ടമാണ്? ഉരുകിയ സൾഫറിനെ ശുദ്ധീകരിച്ച് ഈർപ്പരഹിതമാക്കിയ അന്തരീക്ഷ വായുവിൽ കത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ. സൾഫർ ഡയോക്സൈഡിനെ ഓക്സിജനുമായി സംയോജിപ്പിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലെ ഉൾപ്രേരകം ഏത്? വനേഡിയം പെൻഡോക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡിനെ ഓക്സിജനുമായി സംയോജിപ്പിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലെ ഉൾപ്രേരകം ഏത്? വനേഡിയം പെൻഡോക്സൈഡ്. സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ച് നിർമ്മിക്കുന്നത് എന്ത്? ഒലിയം. സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ച് നിർമ്മിക്കുന്നത് എന്താണ്? ഒലിയം. ഒലിയത്തെ ജലത്തിൽ ലയിപ്പിച്ച് നിർമ്മിക്കുന്നത് എന്ത്? സൾഫ്യൂരിക് ആസിഡ്. ഒലിയത്തെ ജലത്തിൽ ലയിപ്പിച്ച് നിർമ്മിക്കുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം ഏത് സ്വഭാവത്തിലെ രാസപ്രവർത്തനമാണ്? താപമോചക പ്രവർത്തനം. സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം ഏത് സ്വഭാവത്തിലെ രാസപ്രവർത്തനമാണ്? താപമോചക രാസപ്രവർത്തനം. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രധാന ഭൗതിക ഗുണങ്ങൾ ഏതെല്ലാം? നിറമില്ല, വിസ്കോസിറ്റി ജലത്തേക്കാൾ കൂടുതലാണ്, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ജലത്തിൽ ലയിക്കുന്നു. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രധാന ഭൗതിക ഗുണങ്ങൾ ഏതെല്ലാം? നിറമില്ല, വിസ്കോസിറ്റി ജലത്തേക്കാൾ കൂടുതലാണ്, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ സയൻസ് കഴിഞ്ഞു, ഇനി എക്കണോമിക്സ് ആണേ. വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അടിസ്ഥാന സൗകര്യ വർധന, മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ, വർദ്ധിച്ച വരുമാനവും വാങ്ങൽ ശേഷിയും, ഉയർന്ന ജീവിത ഗുണനിലവാരം. വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന സൗകര്യ വർധന, മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ, വർദ്ധിച്ച വരുമാനവും വാങ്ങൽ ശേഷിയും, ഉയർന്ന ജീവിത ഗുണനിലവാരം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളേവ? ഗണപരവും ഗുണപരവുമായ മാറ്റങ്ങൾ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളേവ? ഗണപരവും ഗുണപരവുമായ മാറ്റങ്ങൾ, അഥവാ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. സമ്പദ് വ്യവസ്ഥയിലെ ഗണപരമായ മാറ്റം എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ചയെ. സമ്പദ് വ്യവസ്ഥയിലെ ഗണപരമായ മാറ്റം എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ചയെ. സമ്പദ് വ്യവസ്ഥയിലെ ഗുണപരമായ മാറ്റം എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വികസനത്തെ. സമ്പദ് വ്യവസ്ഥയിലെ ഗുണപരമായ മാറ്റം എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വികസനത്തെ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കുന്നത് എന്ത്? ദേശീയ വരുമാനം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കുന്നത് എന്താണ്? ദേശീയ വരുമാനം. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അറിയപ്പെടുന്നത് എങ്ങനെ? മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അറിയപ്പെടുന്നത് എങ്ങനെ? മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP. ഒരു രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധന എങ്ങനെ അറിയപ്പെടുന്നു? സാമ്പത്തിക വളർച്ച. ഒരു രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധന എങ്ങനെ അറിയപ്പെടുന്നു? സാമ്പത്തിക വളർച്ച. ഉൽപ്പാദനം, തൊഴിൽ, വരുമാനം തുടങ്ങിയവയിൽ മാറ്റമുണ്ടാകുന്നതിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്ന സാഹചര്യം ഏത്? സാമ്പത്തിക വളർച്ച. ഉൽപ്പാദനം, തൊഴിൽ, വരുമാനം തുടങ്ങിയവയിൽ മാറ്റമുണ്ടാകുന്നതിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്ന സാഹചര്യം ഏത്? സാമ്പത്തിക വളർച്ച. മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പു വർഷം GDP-യിലുണ്ടായ വർധന നിരക്ക് എങ്ങനെ അറിയപ്പെടുന്നു? സാമ്പത്തിക വളർച്ചാ നിരക്ക്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പു വർഷം GDP-യിലുണ്ടായ വർധന നിരക്ക് എങ്ങനെ അറിയപ്പെടുന്നു? സാമ്പത്തിക വളർച്ചാ നിരക്ക്. സാമ്പത്തിക വളർച്ചാ നിരക്ക് പ്രസിദ്ധീകരിക്കുന്ന മന്ത്രാലയം ഏത്? സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം. സാമ്പത്തിക വളർച്ചാ നിരക്ക് പ്രസിദ്ധീകരിക്കുന്ന മന്ത്രാലയം ഏതാണ്? സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം. സാമ്പത്തിക വളർച്ചാ നിരക്ക് 0-ന് മുകളിലും താഴെയും വരുന്നത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? യഥാക്രമം പോസിറ്റീവ് വളർച്ചയെ, നെഗറ്റീവ് വളർച്ചയെ. ഇതൊക്കെ PSCയുടെ മിക്കപ്പോഴും ഉള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. സാമ്പത്തിക വളർച്ചാ നിരക്ക് 0-ന് മുകളിലും താഴെയും വരുന്നത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? യഥാക്രമം പോസിറ്റീവ് വളർച്ചയും നെഗറ്റീവ് വളർച്ചയും. സാമ്പത്തിക വളർച്ച കണക്കാക്കാനും വിലയിരുത്താനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സൂചിക ഏത്? പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം, PCI. സാമ്പത്തിക വളർച്ച കണക്കാക്കാനും വിലയിരുത്താനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സൂചിക ഏതാണ്?
പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം PCI. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്നത് എന്ത്? പ്രതിശീർഷ വരുമാനം. ഇത് മിക്ക ചോദ്യപേപ്പറിലും ഉണ്ട്. 10th ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിലും ഒക്കെ ഉള്ളൊരു ചോദ്യമാണ്. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകബാങ്ക് പ്രസിദ്ധീകരിച്ചു വരുന്ന റിപ്പോർട്ട് ഏത്? ലോക വികസന റിപ്പോർട്ട്. പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകബാങ്ക് പ്രസിദ്ധീകരിച്ചു വരുന്ന റിപ്പോർട്ടാണ് ലോക വികസന റിപ്പോർട്ട്. ലോക വികസന റിപ്പോർട്ടിൽ സമ്പദ് വ്യവസ്ഥകളെ എത്ര വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? 4 വിഭാഗങ്ങളായി. ലോക വികസന റിപ്പോർട്ടിൽ സമ്പദ് വ്യവസ്ഥയെ എത്ര വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? 4 വിഭാഗങ്ങളായി. പ്രതിശീർഷ വരുമാനം $1145 കുറവായ വിഭാഗത്തിലെ സമ്പദ് വ്യവസ്ഥ ഏത്? താഴ്ന്ന വരുമാന വിഭാഗം. പ്രതിശീർഷ വരുമാനം $1145 കുറവായ വിഭാഗത്തിലെ സമ്പദ് വ്യവസ്ഥ ഏതാണ്? താഴ്ന്ന വരുമാന വിഭാഗം. താഴ്ന്ന വരുമാന വിഭാഗത്തിന് ഉദാഹരണങ്ങളായ രാജ്യങ്ങളേവ? അഫ്ഗാനിസ്ഥാൻ, എത്യോപ്യ, ചാഡ്. താഴ്ന്ന വരുമാന വിഭാഗത്തിന് ഉദാഹരണങ്ങളായ രാജ്യങ്ങളേവ? അഫ്ഗാനിസ്ഥാൻ, എത്യോപ്യ, ചാഡ്. പ്രതിശീർഷ വരുമാനം $1146 മുതൽ $4515 വരെ വരുന്ന സമ്പദ് വ്യവസ്ഥ വിഭാഗം ഏത്? താഴ്ന്ന ഇടത്തരം വരുമാനം. പ്രതിശീർഷ വരുമാനം $1146 മുതൽ $4515 വരെ വരുന്ന സമ്പദ് വ്യവസ്ഥാ വിഭാഗം ഏതാണ്? താഴ്ന്ന ഇടത്തരം വരുമാനം. താഴ്ന്ന ഇടത്തരം വിഭാഗം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളായ രാജ്യങ്ങളേവ? ഇന്ത്യ, ബംഗ്ലാദേശ്, കെനിയ. താഴ്ന്ന ഇടത്തരം വിഭാഗം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായ രാജ്യങ്ങളാണ് ഇന്ത്യ, ബംഗ്ലാദേശ്, കെനിയ. 4516 മുതൽ 14005 വരെ പ്രതിശീർഷ വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥകളേവ? ഉയർന്ന ഇടത്തരം വരുമാനം. 4516 മുതൽ 14005 വരെ പ്രതിശീർഷ വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥകളാണ് ഉയർന്ന ഇടത്തരം വരുമാനം. ഉയർന്ന ഇടത്തരം വരുമാനങ്ങൾ ഉള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. ഉയർന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. $14,006 മുകളിൽ പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളാണ് ഉയർന്ന വരുമാനമുള്ളവ. $14,006 മുകളിൽ പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളാണ് ഉയർന്ന വരുമാനമുള്ളവ. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് USA, ജർമ്മനി, ജപ്പാൻ. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് USA, ജർമ്മനി, ജപ്പാൻ. ഒരേ കാലയളവിൽ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യാനും ഒരു രാജ്യത്തിൻ്റെ വിവിധ കാലയളവുകളുടെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നത് എന്ത്? പ്രതിശീർഷ വരുമാനം. ഒരേ കാലയളവിൽ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യാനും ഒരു രാജ്യത്തിൻ്റെ വിവിധ കാലയളവുകളിലെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നത് എന്താണ്? പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനത്തിൻ്റെ പോരായ്മകൾ. ഒരു സാമ്പത്തിക വളർച്ചാ സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പോരായ്മകൾ. ഇതൊരു ശരാശരി വരുമാനം മാത്രമാണ്. സമ്പത്തിൻ്റെ വിതരണവും അസമത്വവും സംബന്ധിച്ച വിവരങ്ങൾ പ്രതിശീർഷ വരുമാനത്തിൽ പ്രതിഫലിക്കുന്നില്ല. പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തെ ആശ്രയിച്ച് കണക്കാക്കുന്നതിനാൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള പരിമിതികൾ പ്രതിശീർഷ വരുമാനത്തെയും ബാധിക്കുന്നു. ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. പ്രതിശീർഷ വരുമാനത്തിൻ്റെ പോരായ്മകൾ. ഒരു സാമ്പത്തിക സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പോരായ്മകളേവ? ഇതൊരു ശരാശരി വരുമാനം മാത്രമാണ്. സമ്പത്തിൻ്റെ വിതരണവും അസമത്വവും സംബന്ധിച്ച വിവരങ്ങൾ പ്രതിശീർഷ വരുമാനത്തിൽ പ്രതിഫലിക്കുന്നില്ല. പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തെ ആശ്രയിച്ച് കണക്കാക്കുന്നതിനാൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള പരിമിതികൾ പ്രതിശീർഷ വരുമാനത്തെയും ബാധിക്കുന്നു. ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഒരു വ്യക്തി നിശ്ചിത കാലയളവിൽ ആർജിക്കുന്ന ആകെ വരുമാനം എങ്ങനെ അറിയപ്പെടുന്നു? വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം, PI. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഒരു വ്യക്തി നിശ്ചിത കാലയളവിൽ ആർജിക്കുന്ന ആകെ വരുമാനം എങ്ങനെ അറിയപ്പെടുന്നു? വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി വരുമാനത്തെ കാണിക്കുന്നത് എന്ത്? പ്രതിശീർഷ വരുമാനം. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി വരുമാനത്തെ കാണിക്കുന്നത് എന്താണ്? പ്രതിശീർഷ വരുമാനം. ഒരാളുടെ യഥാർത്ഥ വരുമാനത്തെ കാണിക്കുന്നത് എന്ത്? വ്യക്തിഗത വരുമാനം. ഒരാളുടെ യഥാർത്ഥ വരുമാനത്തെ കാണിക്കുന്നത് എന്താണ്? വ്യക്തിഗത വരുമാനം. രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം വ്യക്തിഗത വരുമാനത്തേക്കാൾ ഏത് വിധത്തിലാവണം? ഉയർന്നതോ താഴ്ന്നതോ ആവാം. രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം വ്യക്തിഗത വരുമാനത്തേക്കാൾ ഏത് വിധത്തിലാവാം? ഉയർന്നതോ താഴ്ന്നതോ ആവാം. സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന
വർദ്ധിക്കുമ്പോൾ ദേശീയ വരുമാനം, പ്രതിശിഷ്ട വരുമാനം എന്നിവ വർദ്ധിക്കുമെങ്കിലും വ്യക്തിഗത വരുമാനം എല്ലാവരിലും ഒരുപോലെ അല്ല വർദ്ധിക്കുന്നത്. ഇതെന്തിന് കാരണമായിത്തീരുന്നു? സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്ക്. സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ ദേശീയ വരുമാനം, പ്രതിശിഷ്ട വരുമാനം എന്നിവ വർദ്ധിക്കുമെങ്കിലും വ്യക്തിഗത വരുമാനം എല്ലാവരിലും ഒരുപോലെ അല്ല വർദ്ധിക്കുന്നത്. ഇതെന്തിന് കാരണമായിത്തീരുന്നു? സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്ക്. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം പരമാവധി ആളുകളിൽ എത്തിക്കുന്നതിന് എന്തിലൂടെയാണ്? സാമ്പത്തിക വികസനത്തിലൂടെ. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം പരമാവധി ആളുകളിൽ എത്തിക്കുന്നത് എന്തിലൂടെയാണ്? സാമ്പത്തിക വികസനത്തിലൂടെ. ജീവിത ഗുണനിലവാരം ഉയരാൻ സാമ്പത്തിക വളർച്ചയോടൊപ്പം ലഭിക്കേണ്ട മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, പോഷകാഹാര ലഭ്യത, ഗതാഗത സൗകര്യം. ജീവിത ഗുണനിലവാരം ഉയരാൻ സാമ്പത്തിക വളർച്ചയോടൊപ്പം ലഭിക്കേണ്ട മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, പോഷകാഹാര ലഭ്യത, ഗതാഗത സൗകര്യം. സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരത്തിലുണ്ടാകുന്ന മെച്ചപ്പെടലിനെ എങ്ങനെ വിളിക്കുന്നു? സാമ്പത്തിക വികസനം. സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന മെച്ചപ്പെടലിനെ എങ്ങനെ വിളിക്കുന്നു? സാമ്പത്തിക വികസനം. സാമ്പത്തിക വികസനത്തെ പറ്റിയുള്ള പ്രസിദ്ധമായ സാമ്പത്തിക വികസനം എന്ന പുസ്തകം രചിച്ചത് ആരെല്ലാം ചേർന്നാണ്? മൈക്കൽ പി ടൊറ്റാഡോ, സ്റ്റീഫൻ സി സ്മിത്ത്. സാമ്പത്തിക വികസനത്തെ പറ്റിയുള്ള പ്രസിദ്ധമായ സാമ്പത്തിക വികസനം എന്ന പുസ്തകം രചിച്ചത് ആരെല്ലാം ചേർന്നാണ്? മൈക്കൽ പി ടൊറ്റാഡോ, സ്റ്റീഫൻ സി സ്മിത്ത്. വരുമാനം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വളർച്ചയിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരവും സാമ്പത്തിക ക്ഷേമവും മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമ്പത്തിക വികസനം. ഇപ്രകാരം നിർവചിച്ചത് ആരെല്ലാം? ടൊറ്റാഡോ ആൻഡ് സ്മിത്ത്. വരുമാനം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വളർച്ചയിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരവും സാമ്പത്തിക ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയാണ് സാമ്പത്തിക വികസനം. ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നത് ആരെല്ലാം? ടൊറ്റാഡോ ആൻഡ് സ്മിത്ത്. സാമ്പത്തിക വികസനം അളക്കുന്നതിന് മാനവ വികസനത്തെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്ര സമിതി വികസിപ്പിച്ചെടുത്ത സൂചിക ഏത്? മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, HDI. സാമ്പത്തിക വികസനം അളക്കുന്നതിന് മാനവ വികസനത്തെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്ര സമിതി വികസിപ്പിച്ചെടുത്ത സൂചിക ഏതാണ്? മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, HDI. ഏതൊക്കെ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്? ആയുർദൈർഘ്യം, സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും, പ്രതിശീർഷ വരുമാനം. ഇതൊത്തിരി ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതൊക്കെ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്? ആയുർദൈർഘ്യം, സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും, പ്രതിശീർഷ വരുമാനം. മാനവ വികസന സൂചികയുടെ മൂല്യം ഏതൊക്കെ അക്കങ്ങൾക്കിടയിലാണ്? 0-നും 1-നും ഇടയിൽ. ഇതും മിക്ക പരീക്ഷകളിലും ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതാണ്? മാനവ വികസന സൂചികയുടെ മൂല്യം ഏതൊക്കെ അക്കങ്ങൾക്കിടയിലാണ്? 0-നും 1-നും ഇടയിൽ. മാനവ വികസന സൂചികയുടെ മൂല്യം ഏതൊക്കെ അക്കങ്ങൾക്കിടയിലാണ്? 0-നും 1-നും ഇടയിൽ. മാനവ വികസന സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക രാഷ്ട്രങ്ങളെ എത്ര വിഭാഗങ്ങളായി തിരിക്കുന്നു? 4 വിഭാഗങ്ങളായി. മാനവ വികസന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ എത്ര വിഭാഗങ്ങളായി തിരിക്കുന്നു? 4 വിഭാഗങ്ങളായി. മാനവ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ ഏത് വർഷം മുതലാണ് ഐക്യരാഷ്ട്ര വികസന സമിതി ലോകരാഷ്ട്രങ്ങളെ വികസന അടിസ്ഥാനത്തിൽ തരംതിരിച്ചു വരുന്നത്? 1990 മുതൽ. മാനവ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ ഏതു വർഷം മുതലാണ് ഐക്യരാഷ്ട്ര വികസന സമിതി ലോകരാഷ്ട്രങ്ങളെ വികസന അടിസ്ഥാനത്തിൽ തരംതിരിച്ചു വരുന്നത്? 1990 മുതൽ. മാനവ വികസന സൂചിക പ്രകാരമുള്ള 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്ര? 130-ാം സ്ഥാനം. മാനവ വികസന സൂചിക പ്രകാരം 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 130-ാം സ്ഥാനം. മാനവ വികസന സൂചിക 0.550-ൽ താഴെയുള്ള രാജ്യങ്ങളെ എങ്ങനെ തരംതിരിക്കുന്നു? താഴ്ന്ന മാനവ വികസനം. ഈ 3 കേട്ടോ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇടത്തരം മാനവ വികസനമുള്ള രാജ്യങ്ങളുടെ മാനവ വികസന സൂചിക എന്താണ്? 0.550-നും 0.699-നും ഇടയിൽ. മാനവ വികസന സൂചിക 0.700-നും 0.799-നും മധ്യയുള്ള രാജ്യങ്ങളേവ? ഉയർന്ന മാനവ വികസനമുള്ള രാജ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. മാനവ വികസന സൂചിക 0.550-ൽ താഴെയുള്ള രാജ്യങ്ങളെ എങ്ങനെ തരംതിരിക്കാം? താഴ്ന്ന മാനവ വികസനം. ഇടത്തരം മാനവ വികസനമുള്ള രാജ്യങ്ങളുടെ മാനവ വികസന സൂചിക എന്താണ്? 0.550-നും 0.699-നും ഇടയിൽ. മാനവ വികസന സൂചിക 0.700-നും 0.799-നും മധ്യയുള്ള രാജ്യങ്ങൾ ഉയർന്ന മാനവ വികസനമുള്ള രാജ്യങ്ങൾ. മാനവ വികസന സൂചിക 0.800-ൽ കൂടുതലുള്ള രാജ്യങ്ങളേവ? വളരെ ഉയർന്ന മാനവ വികസനമുള്ളവ.
മാനവ വികസന സൂചിക 0.8000ൽ കൂടുതലുള്ള രാജ്യങ്ങളേവ വളരെ ഉയർന്ന മാനവ വികസനമുള്ളവ. 2023 മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ്? ഇടത്തരം മാനവ വികസനം. 2023 മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ്? ഇടത്തരം മാനവ വികസനം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന തരത്തിലാവണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 1979 സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മോറിസ് വികസിപ്പിച്ചെടുത്ത വികസന സൂചിക ഇത്. ഭൗമ ജീവിത ഗുണമേന്മ സൂചിക ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് PQLI. ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PSC PYQ ആണ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന തരത്തിലാവണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 1979 സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മോറിസ് വികസിപ്പിച്ചെടുത്ത വികസന സൂചിക ഏതാണ്? PQLI ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്. ഭൗമ ജീവിത ഗുണമേന്മ സൂചിക. ഭൗതിക ജീവിത ഗുണനിലവാര സൂചികകൾ തയ്യാറാക്കാനുള്ള 3 സൂചികകൾ ഏതെല്ലാമാണ്? അടിസ്ഥാന സാക്ഷരതാ സൂചിക ബേസിക് ലിറ്ററസി ഇൻഡെക്സ് BLI, ശിശുമരണ നിരക്ക് സൂചിക ഇൻഫാന്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് IMI, ആയുർദൈർഘ്യം ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് LDI. ഭൗതിക ജീവിത ഗുണനിലവാര സൂചികകൾ തയ്യാറാക്കാനുള്ള 3 സൂചികകൾ ഏതെല്ലാമാണ്? അടിസ്ഥാന സാക്ഷരതാ സൂചിക ബേസിക് ലിറ്ററസി ഇൻഡെക്സ് BLI, മരണ നിരക്ക് സൂചിക ഇൻഫാന്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് IMI, ആയുർദൈർഘ്യം ലൈഫ് ഓഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് LEI. ഒരു മനുഷ്യൻ ശരാശരി എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നത് എന്താണ്? ആയുർദൈർഘ്യം. ഒരു മനുഷ്യൻ ശരാശരി എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നത് എന്താണ്? ആയുർദൈർഘ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.